ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീ എന്ന് പറയുന്ന പോലെ ഡ്രാക്കും അൻവിൻ ജോസുമായിട്ട് പ്രശ്നം നടക്കുന്നത്. ഇന്നലെ ഡ്രാക്ക് പറഞ്ഞത് അൻവിൻ ജോസിനെ എക്സ്പോസ് ചെയ്ത് പറഞ്ഞത് അൻവിൻ ജോസ് ഒരു സ്കാമർ ആണ്, കൂടുതലും പൈസ ഇല്ല, പാപ്പരാണ്, ദരിദ്രവാസിയാണ്, എല്ലാം ആ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്നലെ ഏകദേശം 10 മില്യൺ കയറി. അതും കുറെ സെലിബ്രിറ്റീസ് ഒക്കെ ഡ്രാക്കിനെ ഫോളോ ചെയ്തു, അതെടുത്ത് സ്റ്റോറി ചെയ്ത് വലിയ ആഘോഷമൊക്കെ ഡ്രാക്ക് നടത്തി. പക്ഷെ ഇന്ന് അൻവിൻ ജോസിന്റെ ഉഴവാണ്. ഈ ന്യൂസ് പേപ്പർ ഇതിപ്പം ഫേക്ക് ആണോ എന്നറിയത്തില്ല. പക്ഷെ അൻവിൻ ജോസിനെ കുറിച്ച് ഡ്രാക്ക് പറയുന്നത് ഒരു നിയമപരമായിട്ട് ഒരു ഫയലോ പോലീസ് പെറ്റീഷനോ ഒന്നും ഇല്ലാതെയാണ് അൻവിൻ ജോസിനെ കുറിച്ച് ഡ്രാക്ക് പറയുന്നത്. പക്ഷെ ഡ്രാക്കിനെ കുറിച്ച് വന്നിരിക്കുന്നത് ന്യൂസ് പേപ്പറിലാണ് വന്നിരിക്കുന്നത്. അതായത് പോലീസ് കേസിൽ പോയിന്റഡ് ഔട്ട് ആയിട്ടിരിക്കുന്നതാണ് ഡ്രാക്ക്. അപ്പോൾ നമ്മൾ ആരെയാണ് കൂടുതലും വിശ്വസിക്കേണ്ടത്? ഡ്രാക്ക് നമുക്കൊന്നുകൂടിയും ആ വീഡിയോ ഒന്ന് കേട്ട് നോക്കാം. ഇന്നലെ ഡ്രാക്ക് അൻവിൻ ജോസിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ അൻവിൻ ജോസ് ഡ്രാക്കിന് ഈ ന്യൂസ് കട്ടിങ് വന്നു കഴിഞ്ഞിട്ട് അൻവിൻ ജോസ് ഒരു വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല. അദ്ദേഹത്തിന് എന്ത് കേടാണ്? കാരണം പുള്ളി ശരിക്കും സ്കാം ആണെന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തില്ല. പുള്ളി അതിനായിട്ടൊന്നും ശ്രമിച്ചിട്ടില്ല. ഈ പറഞ്ഞ പോലെ അഡൾട്ടിന് ആയിട്ടുള്ള യൂത്തും അഡൾട്ടും ആയിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. അൻവിൻ ജോസ് UK എങ്ങനെയാണ് ആ ഒരു ലൈഫ് സ്റ്റൈലും ഒക്കെ കുറെ ഇഷ്ടപ്പെട്ടു വന്നു എല്ലാവർക്കും നമ്മുടെ കേരളത്തിൽ. പക്ഷേ പുള്ളി ഒരു മോട്ടിവേറ്റർ ആയിട്ടാണ് കൂടുതലും ആയിക്കൊണ്ടിരുന്നത്. കാരണം മോട്ടിവേറ്റർ മീൻസ് വലിയ പൈസ ഉണ്ടാക്കി ഈ അൻവിൻ ജോസിനെ പോലെ ലൈഫ് സ്റ്റൈലിൽ മാറുമ്പോൾ ഉള്ള ഒരു സുഖമൊക്കെ എങ്ങനെയായിരിക്കും, അത് അങ്ങനെയൊക്കെ ആയി തീരണം എന്നൊക്കെ കുറെ നമ്മളെ ഒരു 13+ ഉള്ള ഏജ് ഉള്ളവർക്കൊക്കെ ഭയങ്കര ആഗ്രഹിച്ച കാര്യമാണ് അൻവിൻ ജോസിൽ നിന്ന്. പക്ഷെ അൻവിൻ ജോസിനെ കുറിച്ച് പറയുന്നത് ഡ്രാക്ക് പറയുന്നത് വെറും ഒരു ദരിദ്രവാസിയാണ്, സ്കാം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന് എന്തോ ഒരു ബിസിനസ് ഇട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് മറ്റേ ക്രിപ്റ്റോയോ അതൊക്കെയാണെന്നാണ് ഡ്രാക്ക് പറയുന്നത്. അതൊന്നും തെളിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനൊരു തെളിവില്ലല്ലോ, ഡ്രാക്കിന് തെളിവില്ല. പക്ഷെ ഡ്രാക്കിനെ കുറിച്ച് വന്നത് ഒരു ന്യൂസ് കട്ടിംഗ് ആണ്, പത്രവാർത്തയിൽ വന്ന ന്യൂസ് പേപ്പറിൽ വന്നൊരു കട്ടിംഗ് ആണ്. അപ്പോൾ അതൊരു നിയമപരമായിട്ട് ലീഗലി വന്നൊരു സാധനമല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു അൻവിൻ ജോസിനെക്കാളും ഡ്രാക്കാണ് മോശപ്പെട്ട ആള് എനിക്ക് തോന്നിയിട്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കേട്ട് നോക്കാം ഒന്നുകൂടി. ഡ്രാക്ക് അൻവിൻ ജോസിനെ കുറിച്ച് പറയുന്നത്. മീറ്റ് അൻവിൻ ജോസ്. UK ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത്. കല്യാണം എന്നൊരു പ്ലാൻ ഉണ്ടോ? ഇല്ല. കല്യാണം കഴിക്കാൻ വിരോധമാണോ? വിരോധമൊന്നുമില്ല, ഇപ്പൊ എന്തായാലും പ്ലാൻ ഇല്ല. മൾട്ടി മില്യണർ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന, എന്നിട്ട് 2023 റിട്ടയർ ആയ 21 മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ എന്തൂസിയാസ്റ്റ്. ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നാണ്. അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ? ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ? പോട്ടെ, ഇയാള് മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് GoFundMe പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു. പോട്ടെ, ഇതും പോട്ടെ. പക്ഷെ ആ കുട്ടിയുടെ ഡിപ്പെൻഡന്റ് വിസയിലല്ലേ അൻവിൻ എന്ന് പറയുന്ന വ്യക്തി UK നിന്നോണ്ടിരുന്നത്. 2022 ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി UK ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു. 2ാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ 30% ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു. 11ാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സിറിയാക്ക് 100% ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാരും ആ കമ്പനിനകത്ത് പോവുകയും ചെയ്തു. സോ 11 മാസത്തിൽ ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണോ നിങ്ങൾ എല്ലാരും പറയുന്നത്? കറന്റ്ലി ഇപ്പൊ എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഇന്റർവ്യൂവിനോട് വിരലിൽ എണ്ണാൻ പറ്റാത്ത എന്നാലും ഒരു എക്സാക്ട് കൗണ്ട് വിരലിടാനൊക്കെ പറ്റി 21 വണ്ടിയോ അൻവിന്? ആ സെക്കൻഡ് ഹാൻഡ് BMW പിന്നെ ആ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോൾ. അതും വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാനെന്നുള്ള പൈസ ഇല്ലാതെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് ആ വണ്ടി. അതും അല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് UK? അങ്ങനെ ആണെങ്കിൽ അതിന്റെയൊക്കെ ലിസ്റ്റ് ഒന്ന് പുട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ സന്തോഷമായേനെ. അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അത് മേടിച്ചതാണെന്ന് പറയരുത്. 2017 അത് മേടിച്ചത് ആരാണെന്നുള്ള ഡീറ്റെയിൽ ഉണ്ട്, അത് ഞാനിവിടെ ഔട്ടാക്കുന്നില്ല. ഈ വീഡിയോ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂട്ടുകാരെ വരെ ത്രെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ടീം. എന്തിന്? സെറ്റിൽമെന്റ് ഓഫർ വരെ വന്നിരുന്നു. കമ്മിങ് ടു ദ പോയിന്റ്, ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലർ മാത്രം. അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ല, ഈ ഡ്രാക്ക് പറയുന്നത് പുള്ളി ഒരു സോഷ്യൽ മീഡിയ കോടതി പോലെയാണ് സംസാരിക്കുന്നത്. പുള്ളി വാക്കുകൊണ്ട് പറയുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ, നമുക്കിത് തെളിവ് വേണമല്ലോ അല്ലേ. എന്നാ ഡ്രാക്ക് പറയുന്നു ഇദ്ദേഹത്തിൻ്റെ
അവിടെയുള്ള ഫാം ഹൗസ് പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല, റെൻറ്റഡ് ആണ്. പിന്നെ പറയുന്നു എന്നാ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ ഡ്രാക്കിന് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് അൻവിൻ ജോസ്, അതുകൊണ്ട് പറയുന്നതിന് ഇപ്പം അവർ തമ്മിലുള്ള ഒരു ഇഷ്യൂ ആയിട്ട് മാറുള്ളൂ. അല്ലാതെ ശരിക്കും അത് നമ്മളെ സമൂഹമായിട്ട് സോഷ്യലി ഇടുമ്പോൾ, ഈ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് ജനങ്ങൾ അറിയണം, അതിനുള്ള തെളിവ് കറക്റ്റ് ഉണ്ടായിരിക്കണം. ചുമ്മാ വാക്കാൽ നമ്മൾ വിശ്വസിക്കുന്നത് എന്താ, നമ്മൾ മണ്ടന്മാരല്ലല്ലോ. പക്ഷെ ഇപ്പം നമ്മളിപ്പം കണ്ടേക്കുന്ന ഡ്രാക്കിൻ്റെ വാർത്ത നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിലോട്ടാണ് ഞാൻ വരുന്നത്. അതിന് മുൻപ് ഒരെണ്ണം കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ജസ്റ്റ് അൻവിൻ ജോസ് നമുക്കറിയാലോ, പുള്ളി സ്വന്തമായിട്ട് മില്യനറാന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. തള്ളാണ് കൂടുതലും. ഭയങ്കര തള്ളിച്ച് തന്നെയാണ് പുള്ളിക്കുള്ള മെയിൻ സംഗതി. ഞാൻ പ്ലെയർ അല്ല, എനിക്ക് സ്വന്തമായിട്ട് ടീമുണ്ട് ഷോട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഓർഗാനിക്കായിട്ട് വന്നതാന്ന് തോന്നുന്നു. അൻവിൻ ജോസിന്റെ തള്ളു കേട്ടിട്ടേ എന്ത് ചോദിച്ചാലും എനിക്ക് സ്വന്തമായിട്ട് അവിടെ ഉണ്ട്. ഇപ്പം എന്തോ ബാഡ്മിൻ്റൺ കോർട്ടോ ഷട്ടിലിനകത്ത് ടീം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു ടീം ഉണ്ടെന്ന് പറയുന്നത്. ഇതുപോലെ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ അതും എനിക്ക് സ്വന്തമായിട്ടുണ്ട് എന്ന് പറയുകയാണ് അൻവിൻ ജോസ് കൂടുതലും. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് മനുഷ്യർക്ക് ഇതൊക്കെ സത്യമാണോടെ, എന്താണ് ഇത്, തള്ളലാണല്ലോ, മൊത്തം തള്ളിയുള്ള കളിയാണല്ലോ എന്ന് നമ്മൾ വിചാരിച്ചു പോവും. വേറെ ഒന്നും കൂടി നമുക്ക് കേട്ടു നോക്കാം. വർക്കല്ല, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ തുടങ്ങിയതാ. അപ്പം ഇപ്പൊ ചെയ്യുന്നത് ബിസിനസ് ആണോ അവിടെ? ഇപ്പൊ ഞാൻ റിട്ടയർഡാ. വയസ്സായി 28 വയസ്സിൽ റിട്ടയർഡ് ആയോ? ഇനിയിപ്പോ ചില്ലടിച്ച് നമ്മുടെ ഒരു ഫാം ഹൗസ് സെറ്റപ്പിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു വൈബാണ്. എനിക്ക് ഒത്തിരി പേര് ഇങ്ങനെ ആഗ്രഹിക്കട്ടെ 28-ാം വയസ്സിൽ വൈബ് അടിച്ച് നടക്കുക, അല്ലെങ്കിൽ അധികം പ്രഷർ കാര്യങ്ങളൊന്നും തലക്ക് വെക്കാതെ. പ്രഷർ ഉണ്ട്, ഇല്ലാതെ പറയത്തില്ല. അപ്പം എല്ലാം മാനേജ് ചെയ്യുന്നത് ഓട്ടോമേറ്റഡാ. കമ്പനീസും ബിസിനസ് എല്ലാം ഓട്ടോമേറ്റഡാ. എങ്ങനെ ഓട്ടോമേറ്റഡ്? റോബോട്ടാണ് നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. എന്തുവാണ് ഈ തള്ളുന്നത്? എന്താണേലും ഈ ഇന്റർവ്യൂ കഴിഞ്ഞാണ് അൻവിൻ ജോസ് 13+ നമ്മുടെ ജനങ്ങളുടെ ഉള്ളിലോട്ട് മനസ്സിൽ തളച്ച് കയറിയത് എന്ന് നമുക്കറിയാം. നമുക്കിനി മെയിൻ കാര്യത്തിലോട്ട് നമുക്ക് കടക്കാം. അതായത് ഡ്രാക്കിൻ്റെ പത്രവാർത്ത. അതൊരിക്കലും അൻവിനെ പോലെ അൻവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ഡ്രാക്ക് തള്ളുന്ന പോലെ ഒന്നും അല്ലല്ലോ. ഒരു പത്രത്തിൽ വരുന്ന വാർത്ത ശരിക്കും സത്യാവസ്ഥ ഉള്ള കാര്യമാണല്ലോ. നമുക്ക് ചുമ്മാ എഴുതി ചേർക്കാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെ പോലീസിൻ്റെ എന്നുള്ള സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ടെങ്കിലല്ലേ അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ സാധിക്കുള്ളൂ. ന്യൂസ് പേപ്പറിലൊക്കെ പോയിട്ട് ഒരു മരണവാർത്ത ഇടുമ്പോൾ അതിൻ്റെ വലിയ വിഷയം കാണുകയില്ല. പോയിട്ട് ഇങ്ങനെയൊക്കെ ഒരു വാർത്ത ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു ന്യൂസ് പേപ്പറൊന്നും ഫ്രീ ആയിട്ട് ഇങ്ങനെ അനുവദിക്കുമോ? ഞാൻ ആ ന്യൂസ് കട്ടിങ് കണ്ടത് ഒരു റീലിലായിരുന്നു. അതിൽ BGM ഒക്കെ ഉണ്ട്. അതേ സംഗതി വന്നു. ഇതാണത്. യുവതിയെ ആക്രമിച്ച് പ്രതി അറസ്റ്റിൽ. കൊച്ചി. പരിചയക്കാരിയായ യുവതിയെ അടിച്ച് പരിക്കേൽപ്പിക്കുകയും മൊബൈൽ ഫോൺ നശിപ്പിക്കുകയും മാനഹാനി ഉണ്ടാക്കുകയും ചെയ്ത കേസിൽ കൊല്ലം നീണ്ടകര സ്വദേശിയായ അനന്തു സുൽജിത്തിനെ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തല സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത് പോക്സോ കേസിലും അനന്തു പ്രതിയാണ്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു എന്നതാ അല്ലേ? മിന്നുന്നതെല്ലാം പൊന്നല്ല, ഇദ്ദേഹം പറഞ്ഞ കറക്റ്റാണ് അല്ലേ? ഇപ്പം എങ്ങനെ ഇരിക്കണ്, ആരെയും വിശ്വസിക്കാൻ പറ്റിയില്ല ഗൈസ്. ഇദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ കോടതിയൊക്കെ ഉണ്ടാക്കി ഇൻവെസ്റ്റിഗേഷനൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നൊക്കെ ഉണ്ട്. ഇയാളെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എടുത്തു കഴിഞ്ഞാൽ കുറേ നമുക്ക് തന്നെ ഉണ്ടാക്കി റീല് വേറെ ഇടാൻ പറ്റും. എന്താ അവസ്ഥ? ഇയാൾക്ക് നിയമപരമായിട്ട് ഒരു ദ്രോഹിയാണ്, തെറ്റുകാരനാണ്. ഇയാൾ എക്സ്പോസ് ചെയ്യുന്ന അൻവിൻ ജോസിനെ കുറിച്ച് ഒരു തെളിവും മറ്റേ റീലിൽ കാണുന്നില്ല. ഏകദേശം 10 മില്യൺ കയറിയ റീലിൽ കാണുന്നില്ല. എന്തായാലും പാർട്ട് 2-ൽ ഡ്രാക്ക് എന്തെങ്കിലും തെളിവ് കൊണ്ട് അൻവിൻ ജോസിനെ കുറിച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓക്കെ, അദ്ദേഹം നമ്മളെ കാണിക്കുന്ന ഇൻഫ്ലുവൻസും പുള്ളി വലിയ പൈസക്കാരനാണെന്നൊക്കെ പറയുന്നത് കള്ളത്തരമാണെന്ന് നമുക്ക് മാത്രം പറയാം അല്ലേ? അൻവിൻ ജോസ് അല്ലാതെ ആരെയും പറ്റിച്ചതായിട്ടൊന്നും നമുക്കറിയത്തില്ല. അപ്പം അൻവിൻ ജോസ് ഇടുന്ന റീലും പട്ടിയും ചിലപ്പം വണ്ടിയും പുള്ളിക്ക് ചിലപ്പം വരും പാപ്പരായിട്ട് വല്ല ഏതെങ്കിലും മൂലയ്ക്ക് കിടന്നുറങ്ങുന്ന പാർട്ടിയായിട്ട് നമുക്കത് വിശേഷിപ്പിക്കാം പുള്ളിയെ. അഥവാ ഡ്രാക്ക് ഒരു തെളിവായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ. അതല്ലാതെ ഡ്രാക്ക് ചുമ്മാ വായ്ത്താളത്തിൽ ഈ അൻവിൻ ജോസിനെ കുറിച്ച് പറയുന്നതൊന്നും നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റിയില്ല. ചുമ്മാ അല്ലാതെ ആ റീല് വെറുതെ ഒന്ന് ആസ്വദിക്കാം. ആ റീല് കേൾക്കാൻ നല്ല രസമുണ്ട്. ഒരു ക്രിമിനൽ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലെ, ഒരു ചെറിയ ഒരു ഷോർട്ട് ഫിലിം പോലെ ജസ്റ്റ് ഒന്ന് കേൾക്കാൻ സുഖമുണ്ട്.
അതായിരുന്നു എനിക്ക് തോന്നിയത്, അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്തായാലും ട്രാക്ക് ഇനി എന്തുകൊണ്ട് വരുമെന്ന് നമുക്കറിയത്തില്ല. എന്തായിരിക്കും സ്പെഷ്യൽ പാർട്ട് 2 എന്തായിരിക്കും എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും കണ്ടറിയാം. എന്തായാലും പ്രത്യേകിച്ച് എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഗ്യാസ്. ഇത്രയേ ഉള്ളൂ ഗ്യാസ്. അപ്പോൾ സീ യു സൂൺ, ബൈ.